this is a very good alternative therapy, we believe. I'm very pleased with the treatment. നമുക്ക് നമ്മുടെ ഈ മരുന്നുകളില്ലാത്ത നമ്മളെ ചികിത്സയിലൂടെ ന്യൂറോപരമായിട്ടുള്ള ചേഞ്ചസ് വളരെ, അതായത് ന്യൂറോപരമായിട്ടുള്ള ചികിത്സക്ക് വളരെ ആശ്വാസം കിട്ടുന്നുണ്ട്. എനിക്കിവിടുത്തെ പല ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും എന്നെ അറിയാവുന്നവർ എനിക്ക് ഇതുപോലത്തെ കേസുകൾ റെഫർ ചെയ്യാറുണ്ട്. I'm Fayaz. We are from Maldives. We came here to get a treatment for my son Iban. Actually, when we came to in Kochi from a relative of us, we came to know about Dr. Ansar. അതിന് കാരണം വിദേശ രാജ്യങ്ങളിൽ പല ഹോസ്പിറ്റലുകളും ഇതുപോലുള്ള ചികിത്സാ രീതികളുള്ളതാണ്. അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ്ജെറാൾഡും യൂനസിംഗത്തിൻ്റെയും പഠനവും ഗവേഷണവുമാണ് ഈ ചികിത്സാ രീതി ഇന്ന് ഇത്ര പ്രശസ്തമാക്കിയത്. അപ്പോൾ എല്ലാ നാഡിഞരമ്പുകളും ബ്രെയിനിൽ നിന്ന് പുറപ്പെട്ട് എൻഡിങ് പോയിൻ്റ് കാൽപാദത്തിലുള്ളപ്പോൾ അതിലൂടെ കൃത്യമായിട്ട് പരിശോധനയിലും മർദ്ദം ചെലുത്തിയും ഓരോ ആന്തരിക അവയവങ്ങളെയും നാഡിഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് വന്ന രോഗികൾക്ക് ഇത് വളരെ ഫലപ്രദമായത്. He had a major accident and he got a severe brain injury, and we took treatment from Aster Medicity Kochi for a long time, and with that he got much recovered, but even his walking balance and speaking clarity and some fine motor activities we need to be improved. So we came to Dr. Ansar, and here we started the treatment. This treatment is mainly drugless medicine, so we are not in doubt. So we have no worries. We tried with this. So when we tried with Dr. Ansar, within 2-3 days we felt some changes. So then we continued, and up to now there are major changes. His walking, his speaking clarity is now very much improved, and his fine motor movements are also much improved. When we came here, his left hand, he has a lot of jerky movements and those things, but those things we could say now is almost gone. That much improvement came. So this is a very good alternative therapy, we believe. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, സ്ട്രോക്ക് വന്ന രോഗികൾക്ക്, അല്ലെങ്കിൽ ഹെമറേജ് പോലുള്ള രോഗികൾക്ക്, അത് ബ്രെയിൻ റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾക്ക് അവർ പെട്ടെന്ന് കിടത്തിയിട്ട് കാലിൻ്റെ അടിയിൽ വരഞ്ഞു നോക്കും. അതിന് പ്ലാന്റാർ റിഫ്ലക്സ് നോക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ കാൽപാദത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കാൽപാദത്തിലൂടെയാണ് നമ്മൾ നമ്മളുടെ ചികിത്സ നടത്തുന്നത്. Yeah. So I'm very pleased with the treatment. I also noticed myself that there has been a lot of improvement. But now I feel like I can speak a bit better, and along the way I'm getting much more improved. So day by day I am getting much better and improved. So I'm enjoying more and more. So now Kochi feels like a second home to me. So I'm very much happy. ഓരോ നാഡിഞരമ്പിനെ ഉത്തേജിപ്പിക്കും തോറും അതിൻ്റെ ഓരോ ബ്രെയിനിലുള്ള സെൽസുകൾക്ക് ഉണർവ് ലഭിക്കുകയും അതിലൂടെ കൂടുതൽ നെർവ്സ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ സ്ട്രോക്കോ അല്ലെങ്കിൽ ഹെമറേജോ അതുപോലെയുള്ള പ്രോബ്ലംസ് വന്നതിന് ശേഷം ഡോക്ടർമാർ മരുന്ന് കൊടുക്കും, ഒപ്പം തന്നെ ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ അവർ ചെയ്യുന്നത് നമുക്ക് ഓരോ മൂവ്മെൻറ്റ് നൽകി, ഇപ്പോൾ അവരുടെ കൈ അനങ്ങളില്ലെങ്കിൽ അത് കൈയുടെ പ്രശ്നമല്ല, അത് ബ്രെയിനിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടാണല്ലോ. പക്ഷേ ഇവർ കൈ അനക്കിക്കൊണ്ടിരിക്കുന്നത് കൈക്ക് സ്ട്രെച്ച് ചെയ്ത് ഇവിടുത്തെ സ്റ്റിഫ്നെസ് ഇല്ലാതിരിക്കാനാണ്.
കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ബ്രെയിനിൽ നിന്നുള്ള ഫങ്ഷൻ ശരിയാകുമ്പോഴാണ് ഇവരെ കൈ സ്വന്തമായിട്ട് അനങ്ങി തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ചികിത്സാ രീതി അനുസരിച്ച് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് നെർവ്സ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ കൈ അനങ്ങി തുടങ്ങും. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഒപ്പം തന്നെ നമുക്ക് ഈ ചികിത്സാ രീതിയും കൂടി ചെയ്താൽ, ഈ തെറാപ്പിയും കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ രോഗിക്ക് ആശ്വാസം ലഭിക്കും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എന്നെ മാലിദ്വീപിൽ നിന്ന് ഒരു പയ്യനായിട്ട് വന്നായിരുന്നു, ഫാദർ വന്നായിരുന്നു. അവന് ഹെമറേജ് വന്നതായിരുന്നു. എൻ്റെ അടുത്ത് ഇവിടെ വരുമ്പോൾ സംസാരം തീരെ ഉണ്ടായില്ല. അതുമാത്രമല്ല, 2 ആൾ പിടിച്ചതിന് ശേഷമായിരുന്നു നടന്നു തുടങ്ങിയത്. അവർക്ക് നമ്മുടെ കുറച്ച് ദിവസത്തെ ചികിത്സയിലൂടെ തന്നെ വളരെ അധികം വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. സ്ട്രോക്കൊക്കെ വന്ന ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ സംസാര വൈകല്യങ്ങൾ സംഭവിക്കാം, കൈകാലുകൾക്ക് വീക്ക്നെസ് സംഭവിക്കാം, ടേസ്റ്റ് നഷ്ടപ്പെടാം, സ്മെല്ല് നഷ്ടപ്പെടാം, കാഴ്ചക്ക് പ്രശ്നങ്ങൾ വരാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇതെല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പാദത്തിലൂടെ സ്പർശിച്ച് അതിനെ കൃത്യമായിട്ട് ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് ഉണ്ടാവും. കാലിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ നമുക്കറിയാം. തണുപ്പ് വന്നാൽ കൈയും തലയും മേലെല്ലാനും പുതച്ച് മൂടിയാലും കാൽപാദം മൂടിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തണുപ്പ് മാറില്ല, കുറയില്ല. എന്നാൽ കാൽപാദം മാത്രം മൂടി കൈയും തലയൊക്കെ തുറന്നിരുന്നാൽ പോലും നമുക്ക് സഹിക്കാൻ പാകത്തിനാവും. അപ്പോൾ കാലിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം ഉണ്ട്. അപ്പോൾ കാൽപാദത്തിലുള്ള സ്റ്റിമുലേഷനും നമ്മുടെ ബ്രെയിനിന് വളരെ ഉണർവ് നൽകുകയും സെൽസ് ആക്ടിവേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഫിസിയോതെറാപ്പിയുടെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടി ചെയ്യുമ്പോൾ ഉന്തിൻ്റെ കൂടെ തള്ളെന്ന് പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ രോഗിക്ക് വ്യത്യാസങ്ങളുണ്ടാവും.